അപ്പോ ഞാൻ ആണെന്ന് വിളിച്ചപ്പോ പേഴ്സണലായിട്ട് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യില്ല. അവനക്ക് എന്നായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊരു ചൊറിച്ചില്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കൺമശിക്കുണ്ടാ നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മനസ്സിലായ? സത്യമല്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ. വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടങ്ങ് വന്നേ. അതൊക്കെ പോയി. വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്. പുല്ല് വില. ഭാഗരേട്ടിന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എനിക്കൊരു മരുമില്ല. നീ എന്ത് കൊണ്ടതിന് എനിക്കൊരു മരുമില്ല. ഞാൻ നിന്റെ അടുത്ത് വില അറിയാം. അതൊരു വേണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു സോറി ഒക്കെ ഞാൻ ക്ഷമയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അപ്പൊ ഞാൻ ബ്രോ എന്നെ അറിയാതെ വേണമെന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ആ കോളില് മണവാളം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ബ്രോ, നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ്, അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളം ബ്രോടത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ കൺമശി വേണമെന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്റെ എല്ലാ മാനവും പോയി. തുറന്ന് നോക്കാൻ പറ്റില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിന് അവിടെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു. എനിക്ക് പറ്റില്ല. ആൾക്കാർ എന്നെ എന്റെ പൊന്നോ ഒരുമാതിരി നോട്ടൊക്കെ നോക്കണം. ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.